അറിയാത്ത ഒരാൾക്ക് FB അക്കൗണ്ട് കൊടുക്കുമ്പോൾ അത് സേഫ് ആണോ എന്ന് നിങ്ങൾക്ക് തോന്നിയോ? FB അക്കൗണ്ട് അല്ലേ കൊടുത്ത, ഫോൺ നമ്പർ അല്ലല്ലോ. ഇർഫാൻ ഫോൺ നിങ്ങളുടെ അടുത്ത് നിന്ന് ആവശ്യപ്പെട്ടു ചെയ്യാനായിട്ട്, ആർക്കോ വിളിക്കാനായിട്ട്. നിങ്ങൾ ഫോൺ കൊടുത്തു. എന്നിട്ട് ആ ഫോൺ അങ്ങനെ അവിടെ നിന്ന് സംസാരിച്ചു. ഫോൺ സംസാരിച്ചു, നിങ്ങൾ ആരായ എന്താ എന്തോട്ട് പരിചയപ്പെട്ടു. കുഞ്ഞല്ലേ? FB ID ചോദിച്ചു. FB അക്കൗണ്ട് ചോദിച്ചു. അങ്ങനെ ചാറ്റിംഗ് ആയി, ഫ്രണ്ട്സ് ആയി. കൊച്ചുകുട്ടിയല്ലേ, ക്വൈറ്റ് നാച്ചുറൽ. അപ്പൊ അറിയാത്ത ഒരാൾക്ക് FB അക്കൗണ്ട് കൊടുക്കുമ്പോൾ അത് സേഫ് ആണോ എന്ന് നിങ്ങൾക്ക് തോന്നിയോ? FB അക്കൗണ്ട് അല്ലേ കൊടുത്ത, ഫോൺ നമ്പർ അല്ലല്ലോ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ചോദിച്ചപ്പോ കൊടുത്തു. എന്നിട്ട് FB അക്കൗണ്ടിൽ കൂടെ നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ഇഷ്ടത്തിലായി. അടുത്ത ട്രെയിന് ടൈം ഉണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഇരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പുറത്തിങ്ങനെ നടക്കാൻ ഇറങ്ങി. അത് ശരി. നിങ്ങൾ എന്ത് ഡേഞ്ചറസ് പരിപാടിയാ? രാത്രി 12 രാത്രി അല്ല, ഉച്ചക്ക്. അത്രയ്ക്ക് മോശമായോ എന്റെ ചോദ്യം? പിന്നല്ലാതെ. ഓ അത് ശരി, ഓക്കെ. ഉച്ചക്ക്. അപ്പുകുട്ടാ പ്ലീസ്. എന്തിനാ പ്ലീസ്? വേണമെങ്കിൽ പറഞ്ഞാ പോരെ. തലവേദന ഉണ്ടെങ്കിൽ കഴിക്കണ്ട. ഈ കുട്ടി ഒരിക്കൽ ഇതുപോലെ പോയി, എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഹാജരായി മജിസ്ട്രേറ്റിന് മുമ്പിൽ അപ്പിയർ ചെയ്തിട്ടില്ലേ? ഇല്ല. ഒരിക്കൽ ഇതുപോലെ കൊണ്ടുവന്നില്ലേ തിരിച്ച്? അതായത് ഒരു പ്രാവശ്യം കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്ന് പറഞ്ഞാൽ തിരിച്ചു വരുന്ന ടൈമായിരുന്നു. അപ്പൊ വെളുപ്പിനായിരുന്നു ട്രെയിൻ. അപ്പോ ചുമ്മാ റൈഡിന് പോയതാ. റൈഡിന് പോയതാണ്. റൈഡിനോ? ഇതെല്ലാം ഒരു എന്റർടൈൻമെന്റ്. എവിടെ? റോട്ടിക്കൂടെ. ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് ആർഭാടായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. ബൈക്കേലല്ലേ? ഓ, ബൈക്കേൽ റൈഡിന് പോയതാണെന്ന് ഇർഫാന്റെ കൂടെ അല്ലേ? അതെന്താണോ താനൊരു അർത്ഥം വെച്ച് സംസാരിക്കണേ? വീട്ടില് പലപ്പോഴും ഈ കുട്ടി പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും. ഈ ഇർഫാനെ പറ്റി വീട്ടിൽ പറഞ്ഞിട്ടുണ്ടല്ലോ? ഇല്ല. അവള് കലക്കി കളഞ്ഞല്ലോ റോയിച്ച. അമ്മ പറഞ്ഞല്ലോ പറഞ്ഞിട്ടുണ്ടെന്ന്. ഞാൻ ഇർഫാനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അമ്മയ്ക്ക് ഇർഫാനെ കുറിച്ച് ഒന്നും അറിയില്ല. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. അമ്മ ഇർഫാനെ കുറിച്ച് അധികം ഒന്നും ചോദിച്ചില്ല. ഞാൻ ഇർഫാനെ കുറിച്ച് ഒന്നും പറയാനും ഇത്തരം വൃത്തികെട്ട ശീലങ്ങളൊന്നും എനിക്കില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.